ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാമിസ് ആണ്. ദ വാല്യൂസ് ഓഫ് വർക്ക് എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ പഠിക്കേണ്ടതായിരുന്നു എന്ത് എക്കണോമിക് ആക്ടിവിറ്റീസ്, നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. എന്താണ് ഈ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നാണ് ആദ്യം പറയാൻ പോകുന്നത്. എക്കണോമിക് ആക്ടിവിറ്റീസ് വെച്ചാൽ എന്താ പറയുക, നമ്മൾ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. അതായത് ഈ ഒരു പ്രവൃത്തിയിലൂടെ നമുക്ക് ഫണ്ട് അല്ലെങ്കിൽ മണി അല്ലെങ്കിൽ ഇൻകം ലഭിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, നോക്കിക്കോ. Are those that involve money or are performed in exchange for money or money's worth for the parties involved, അല്ലേ? അതായത് എന്താണ്, ഇതിനെന്താണ് നമ്മൾ പ്രതിഫലമായിട്ട് ഇൻകം കിട്ടുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ബിസിനസ് പേഴ്സൺ എന്താണ്, ബാഗ് സെല്ല് ചെയ്യുക, അല്ലെ? ഒരു ബാഗ് സെല്ല് ചെയ്യുന്നതായിക്കോട്ടെ. ഫാമർ എന്താണ്, മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ സെല്ല് ചെയ്യുന്നതായിക്കോട്ടെ. ലോയർ എന്താണ്, കേസ് ആർഗ്യൂ ചെയ്ത് ജയിക്കുന്നതൊക്കെ എന്താണ്, അതൊക്കെ എന്താണ്, എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. എ ട്രക്ക് ഡ്രൈവർ ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു ഡ്രൈവർ എന്താണ്, ഒരു ട്രക്ക് ഡ്രൈവർ ഒരു സാധനം എന്താണ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നത് എന്താണ്, അതും ഒരു എക്കണോമിക് ആക്ടിവിറ്റി. വർക്കേഴ്സ് എംപ്ലോയിഡ് ഇൻ എ കാർ മാനുഫാക്ചറിങ് ഫാക്ടറി. കാർ മാനുഫാക്ചറിങ് ഫാക്ടറിയിൽ എന്താണ് വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ഒക്കെ ഇന്ന് ചെയ്യുന്നത് എന്താണ്, എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. ഓർക്കേണ്ടതൊന്നുമില്ല, നമ്മൾ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് എന്താ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്, കണ്ടോ, ഇതൊക്കെ എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. ദെൻ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വേണ്ടിയിട്ട് കേട്ടോ, ഒരു ഗ്രാറ്റിറ്റ്യൂഡിന് വേണ്ടിയിട്ട്. ദോസ് ദാറ്റ് ഡു നോട്ട് ജനറേറ്റ് ഇൻകം ഓർ വെൽത്ത് ബട്ട് ആർ ഡൺ ഔട്ട് ഓഫ് ഫീലിംഗ്സ് ലൈക്ക് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡിന് വേണ്ടിയിട്ടാണ് എന്ത് നോൺ എക്കണോമിക് ആക്ടിവിറ്റി. നമ്മൾ പ്രതിഫലമായിട്ട് ഫണ്ട് പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ ഇൻകം വെൽത്ത് ഒന്നും നോക്കുന്നില്ല. ലവ്, കെയർ ആൻഡ് റെസ്പെക്ട്, ഇതാണ് നമുക്ക് വേണ്ടത്. ഫോർ ഇൻസ്റ്റൻസ്, പാരൻസ് കുക്കിംഗ് ഫുഡ് ഫോർ ഫാമിലി ഓർ ഹെൽപ്പിംഗ് ദെയർ ചിൽഡ്രൻ വിത്ത് സ്കൂൾ വർക്ക്, അല്ലേ? ഇത് നമ്മുടെ വീട്ടുകാർ നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടായി തരുന്നത്, നമ്മുടെ ഹോംവർക്കൊക്കെ പാരൻസ് സഹായിക്കുന്നില്ലേ, ഹെൽപ്പ് ചെയ്യുന്നില്ലേ, നമുക്ക് ഓരോ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ എന്താണ്, ഗ്രാൻഡ് പാരൻസ് ഒക്കെ എന്താണ്, ഗ്രാൻഡ് പാരൻസിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യില്ലേ, പ്രായമായ ആൾക്കാരെ നമ്മൾ കെയർ ചെയ്യില്ലേ, അത്. പിന്നെ ഫാമിലി മെമ്പേഴ്സ് ഹെൽപ്പിംഗ് ഇൻ ദ റിനോവേഷൻ ഓഫ് ദ ഹൗസ്, അല്ലേ? അതായത് ഹൗസിൻ്റെ റിനോവേഷനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ഹെൽപ്പൊക്കെ ചെയ്യുന്നത്, ഫാമിലി മെമ്പേഴ്സൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ എന്താണ്, ഇതൊക്കെ നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, എക്കണോമിക് ആക്ടിവിറ്റി പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നു. നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്താണ്, പൈസയ്ക്ക് വേണ്ടിയല്ല, ഒരു ഗ്രാറ്റിറ്റ്യൂഡിന് വേണ്ടിയിട്ടാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ചോദിക്കും. എക്കണോമിക് ആക്ടിവിറ്റീസും നോൺ എക്കണോമിക് ആക്ടിവിറ്റീസും എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട്, ഇതേപോലത്തെ ഭാഗങ്ങളായിട്ട് മിസ് ഇനിയും വരും. ബൈ ഗൈസ്.